ശ്രീ ജോസഫ് സി മാത്യു, മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഒരു തിരുത്ത് കൊടുക്കാത്തത്? മലപ്പുറത്തെ പറ്റി സാമുദായികമായ പരാമർശങ്ങൾ നടത്തി ഏതെങ്കിലും ഒരു സമുദായത്തെ കോർണർ ചെയ്യുന്ന തരത്തിലുള്ള സമീപനം നടത്തി മുഖ്യമന്ത്രി സംസാരിച്ചു എന്ന റീലാണല്ലോ, ആ CD ആണല്ലോ ഇന്നലെ നിങ്ങൾ മുഴുവൻ പ്ലേ ചെയ്തത്. അതിപ്പോൾ മുഖ്യമന്ത്രിയും നിരസിച്ചു, ഹിന്ദു ദിനപത്രവും നിരസിച്ചു, പിന്നെ നിങ്ങൾ ഒരു തിരുത്ത് കൊടുത്തോ എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത്. ഹിന്ദു ദിനപത്രം നൽകിയ വിശദീകരണം CPM-ന് ഓക്കെ ആണോ? CPM-ന് സംതൃപ്തി നൽകുന്നതാണോ? PR ഏജൻസി എഴുതി കൊടുക്കുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ അഭിമുഖമായി വരാനുള്ള നില മുഖ്യമന്ത്രിക്കും CPM-നും ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ പോലെ 2020 നിലപാടാവണം ഇപ്പോഴും എന്നില്ലല്ലോ എന്നൊരു കാര്യം പറഞ്ഞു. അതായത് പാർട്ടി എന്നും ഒരേ രീതിയിലാണോ പരിപ്പോടൊക്കെ കഴിച്ച് മുന്നോട്ട് പോയാൽ മതിയോ എന്നുള്ള ചോദ്യം നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പാർട്ടിയുടെ നേതാക്കന്മാരും മന്ത്രിമാരും ഉൾപ്പെടെ പുറത്തു വന്ന് പറയുന്നത് PR ഏജൻസിയെ അങ്ങനെ ഏർപ്പെടുത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ നിലപാടിപ്പോഴും പഴയത് തന്നെയാണ് എന്നും അതിൽ മാറ്റമില്ല എന്നുമാണ് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പണം കൊടുക്കാത്ത സർക്കാരിന്റെ പൊതുപണം ചെലവാക്കുന്ന ഒരു PR ഏജൻസി ഇതില് ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഹിന്ദു പറഞ്ഞിട്ട് ഇതുവരെയും നിഷേധിച്ചിട്ടില്ല. വാർത്തയുടെ കണ്ടന്റ് നിഷേധിക്കുന്നതിനേക്കാൾ വലിയ കാലതാമസമാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കറിയാവുന്നതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ തരപ്പെടുത്താനായി ഒരു ഫോൺ കോൾ വിളിച്ചാൽ മതി. ആ ഫോൺ കോൾ വിളിക്കാൻ 1 അല്ല 4ഓളം മാധ്യമ ഉപദേഷ്ടാക്കന്മാരും സെക്രട്ടറിമാരും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. അപ്പൊ ഈ PR ഏജൻസിയെ ഏർപ്പെടുത്തുന്നത് ഒരു ഹിന്ദു പോലെ ഒരു പത്രത്തിന് ഒരു അഭിമുഖം തരപ്പെടുത്തി കൊടുക്കാനല്ല, അതിന്റെ കണ്ടന്റ് രൂപപ്പെടുത്താനാണ്, അതിലെ മേക്ക് ഓവറിനാണ്. അല്ലെങ്കിൽ അത്തരം ഒരു റെപ്യൂട്ടഡ് PR ഏജൻസിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന്റെ സമയത്ത് അവിടെ സന്നിഹിതരായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെഴുതി കൊടുക്കുന്നത്, അവർ റിട്ടേൺ ആയി കൊടുത്ത കാര്യമാണെന്ന് ഹിന്ദു എടുത്തു പറയുന്നത്. അത് മുഖ്യമന്ത്രിയുടെ വാക്കുകളായി അവർ പരിഗണിക്കുന്നത്. അത് ആദ്യം ഏതെങ്കിലും റിലയൻസ് ജോലിയുള്ള ഒരു സുബ്രഹ്മണ്യം വന്നിരുന്ന ഹിന്ദു പോലൊരു പത്രമോ ഒരു ജേർണലിസ്റ്റോ അത് പരിഗണിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ തിരുത്തു കൊടുക്കണം എന്ന്, കണ്ടന്റിൽ തിരുത്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ ഹിന്ദു അവരുടെ സെൽഫ് ഡിഫൻസിന്റെയും കൂടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറയേണ്ടി വരുന്നത്. കാരണം PR ഏജൻസിയുടെ അവർ തന്നത് ഇപ്പോൾ ഈസ് നൗ ബീങ് ഡിസോൺഡ് ബൈ CM's പ്രസ് സെക്രട്ടറി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദാറ്റ് ഡേയിൽ ഉൾപ്പെടാത്ത ഒരു കാര്യം വന്നതിലാണ് അവർ ഖേദം പ്രകടിപ്പിക്കുന്നത്. ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോ ഈ നിഖിൽ പവിത്രൻ ഈ പങ്ക് സ്ഥിരീകരിക്കുന്നുണ്ട്, അഭിമുഖം തയ്യാറാക്കിയതിലെ പങ്ക് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ കേസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? CPM-മായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരാണോ കേസിന് നേതൃത്വം നൽകുന്ന ആളുകൾ? അങ്ങനെ ഒരു ബന്ധത്തിന്റെ പുറത്തൊന്നും ആണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് അവർക്ക് മലയാളി കണക്ഷൻ ഒക്കെ കാണുമായിരിക്കും. ഈ സുബ്രഹ്മണ്യൻ എന്നുള്ള റിലയൻസിൽ ജോലി ചെയ്യുന്ന ആളുടെ പ്രസൻസ് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ കേസൺ ഒരു പ്രൊഫഷണൽ ഏജൻസിയാണ്. ആ പ്രൊഫഷണൽ ഏജൻസി അവരുടെ ക്ലൈന്റ് ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയോ കൺകറൻസ് ഇല്ലാതെ ഒരു വാചകം മുഖ്യമന്ത്രിയുടേതായി എഴുതി കൊടുക്കില്ല. കൊടുത്താൽ അവർ ചെയ്തത് വലിയ കുറ്റമാണ്, ക്രിമിനൽ കുറ്റമാണ്. രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ ഇംപേഴ്സണേഷനാണ് നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയെ പോലെ ഒരാളെ. അത് ഇതിനോടകം തന്നെ കേസ് ഫയൽ ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെ കലാപാഹ്വാനത്തിന് കേസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഫേസ്ബുക്കിലൂടെ ഒരു വെറും സാധാരണ പൗരൻ. ഒരു ആസ്പെക്ട് ശ്രീ ജോസഫ് സി മാത്യു, അങ്ങനെ ഒരു PR ഏജൻസി അതിൽ ഇടനില നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായത് ആരാണെങ്കിലും അതിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകേണ്ട ഗതിയുണ്ട് എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം പറയാത്തൊരു കാര്യം, അതും നമ്മുടെ സമൂഹത്തിന്റെ സാമുദായിക സമവാക്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന, അങ്ങ് പറഞ്ഞതുപോലെ കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ കഴിയുന്നൊരു സംഭവമാണെങ്കിൽ അത്തരം നടപടിയും കൂടി വേണ്ടതല്ലേ? വേണ്ടതാണ് എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി പറയാത്ത ഒന്നും അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അതിന്റെ തലേ ദിവസം അദ്ദേഹം പറയാത്ത ഒന്നും ഇതിൽ വന്നിട്ടില്ല. അങ്ങനെ മലയാളം മാധ്യമത്തിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളുപോലും ഇതൊന്നും ശ്രദ്ധിക്കുന്നവരാകാൻ സാധ്യതയില്ല. പോട്ടെ, വേറെ ഏതെങ്കിലും രാഷ്ട്രീയ അജണ്ട ഉണ്ടെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്നിരിക്കാം. അത് ആ ഇന്റർവ്യൂവിൽ വന്ന ഭാഗമാണ് എന്ന് പറഞ്ഞാണ് അതെടുത്ത് കോട്ട് ചെയ്യുന്നത്. അതിൽ പറയാത്ത ഒരു കാര്യവും കൂടി ഈ പറഞ്ഞ ആർഗ്യുമെന്റിന് ബലമായി കൊടുക്കുന്നത്. എന്റെ ഒരു ചോദ്യം എന്താണ്? ഇന്റർവ്യൂ തരപ്പെടുത്തിയത് എന്തിനാണ്? അതിന്റെ തലക്കെട്ടിലെല്ലാം പറയുന്നുണ്ട്, നിങ്ങൾ RSSനോട് മൃദു സമീപനം പുലർത്തുന്നുണ്ടോ? നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റാഫ് അംഗങ്ങളും RSSന്റെ നേതാക്കളെ പോയി കാണുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ ആരോപണത്തെ
നേരിടുന്നത് എന്നാണ് ചോദ്യം. മുഖ്യമന്ത്രി അതിന് പറയുന്നത് ഒന്ന്, ഈ ന്യൂനപക്ഷ പിന്തുണ നഷ്ടപ്പെടുന്ന UDF ഉണ്ടാക്കുന്ന കോലാഹലം. 2, മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കെതിരായി ഞങ്ങൾ നീങ്ങുമ്പോൾ അതിലേക്ക് അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആരോപണമായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് തെളിവായിട്ടാണ് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധിക വാചകം ചേർന്ന് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, RSSനോടുള്ള മൃദു സമീപനത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സ്വർണ്ണക്കടത്ത് കടന്നു വരുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? അത് എന്ത് സൂചിപ്പിക്കാനാണ്? അദ്ദേഹം സാധാരണ സ്വർണ്ണക്കടത്തിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിലുണ്ട്, സംസ്ഥാനത്തുണ്ട്, അതിലേറ്റവും കൂടുതൽ കരിപ്പൂർ അല്ലെങ്കിൽ മലപ്പുറത്താണെന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും. പക്ഷെ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. RSSനോടുള്ള മൃദു സമീപനത്തെ കുറിച്ചുള്ള ചോദ്യം വരുന്നിടത്ത് സ്വർണ്ണക്കടത്തും മലപ്പുറത്തു നിന്നുള്ള സ്വർണ്ണക്കടത്തിനെ കുറിച്ചും പറയുന്നതിന്റെ സാങ്കത്യം പരിശോധിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിനേക്കാൾ ഗൗരവതരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വളരെ നന്ദി ശ്രീ ജോസഫ് സി മാത്യു.